ഇന്ത്യൻ നേവിയിലേക്ക് അഗ്നിവീർ SSR MR നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. അതിനെങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം, രണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. മൊത്തം കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് അപേക്ഷിക്കുക. അല്ലാത്ത പക്ഷം പലരും അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷയിൽ തെറ്റ് വരുത്തുന്നു. എന്നിട്ട് ഇതിന് കറപ്ഷൻ ഡേറ്റ് ഉണ്ടോ, ചില പോസ്റ്റുകൾക്ക് കറപ്ഷൻ ഡേറ്റ് വരുന്നില്ല, അതിന് കറപ്ഷൻ ഡേറ്റ് ഉണ്ടോ, ഇത് മാറ്റാൻ പറ്റുമോ, പിന്നീട് നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്താണ് ഇത് പ്രശ്നമാകുന്നത്. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് അറിയുന്നവർക്ക് നേരെ കയറി അപ്ലൈ ചെയ്യാം. പക്ഷെ അറിയാത്തവർ, ആദ്യമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ മൊത്തത്തിൽ ശ്രദ്ധാപൂർവ്വം കണ്ട് മനസ്സിലാക്കി ടൈം എടുത്ത് എന്തായാലും നിങ്ങൾ അപേക്ഷിക്കാൻ നല്ല സമയം കളയും. അതിന് മുമ്പ് എങ്ങനെ അപേക്ഷിക്കാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കി അപേക്ഷിക്കുമ്പോൾ കുറച്ചുകൂടെ സമയം ലാഭിക്കാനും തെറ്റ് വരാതെ അപേക്ഷിക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അപേക്ഷിക്കാൻ പോകുന്ന സുഹൃത്തുക്കളിലേക്ക് ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ SSR അതുപോലെ തന്നെ MRൻ്റെ അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. SSR എന്ന് പറയുമ്പോൾ സീനിയർ സെക്കൻഡറി റിക്രൂട്ടാണ്, അതായത് +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. MR എന്ന് പറയുമ്പോൾ നമ്മുടെ മെട്രിക് റിക്രൂട്ട്മെൻ്റ് ആണ്, അതായത് 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഈ വീഡിയോനെ ഞാൻ 2 സെക്ഷനാക്കി തിരിച്ചിരിക്കുകയാണ്. ആദ്യം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന MR നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന SSR നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് താഴെ ടൈം ലൈൻ ഉണ്ടാവും, വീഡിയോൻ്റെ ടൈം ലൈൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് കട്ടായിട്ട് MR അതുപോലെ തന്നെ SSR എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് പിന്നെ ടൈം സ്റ്റാമ്പിൻ്റെ അപ്പുറം SSR വേണ്ടവർ SSR കാണുക, MR വേണ്ടവർ MR കാണുക. രണ്ടിനും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷനിൽ ഏകദേശം ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അനായാസത്തിൽ പറഞ്ഞ് നിങ്ങളിലേക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിന് അപേക്ഷിക്കാൻ പോകുന്നത്, ഇന്ത്യൻ നേവിയുടെ അപേക്ഷ ആദ്യമായിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നതെങ്കിൽ, ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് ഏജിൻ്റെ ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം, എന്താണ് വിദ്യാഭ്യാസ യോഗ്യത, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ ഷോർട്ടായിട്ട് നമ്മൾ കാഷ്വലായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പം തന്നെ അന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപേക്ഷിക്കാൻ ഇന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആയി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, മെയിൽ, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നെയിം, നാഷണാലിറ്റി, ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ ഈ ഒരു ക്യാപ്ച കോഡൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം ഫില്ലാവും. അതിനുശേഷം മെയിലിലേക്ക് OTP കാര്യങ്ങളൊക്കെ വരുന്നു. അതൊക്കെ വെരിഫൈ ചെയ്ത് നിങ്ങൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പേജില്ലേ അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതായത് നമ്മൾ വീണ്ടും ഈ ഒരു പേജിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ തുടക്കം എന്ന് പറയുന്നത് MR SSR നോട്ടിഫിക്കേഷനിൽ കടക്കുന്നതിന് മുമ്പ് എങ്ങനെ ഇതിനെ അപേക്ഷിക്കാമെന്നുള്ള കാര്യമാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മെയിൽ ID കാണുന്നില്ലേ, ഈ മെയിൽ ID നിങ്ങൾ കൊടുക്കുക. നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ, ആ മെയിൽ ID കൊടുക്കേണ്ടത്. ഇതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത അവരാണെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. എന്തായാലും മെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഷോ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് കാണാൻ സാധിക്കും. പിന്നെ ഈ ക്യാപ്ച കോഡ് കൃത്യമായി കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 6, 7, 8 സ്റ്റെപ്പായിട്ടുണ്ട് അപേക്ഷിക്കുന്നതിൽ. അപ്പോൾ അതിലെല്ലാം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസേ കൊടുക്കാനുള്ളൂ. നിങ്ങളുടെ വീട്ടുപേര്, അത് ഇത്, NCCയിലുണ്ടോ, നീന്തൽ അറിയാമോ, ഇങ്ങനെയുള്ള ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. 2 പോസ്റ്റിന് കൊടുക്കുന്നുണ്ടോ, 1 പോസ്റ്റിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് അടക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്, ഈ ഒരു കാര്യം കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരോ സ്റ്റെപ്പിൽ ഓരോരോ ഡീറ്റെയിൽസ് ആണ്. പിന്നെ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാനുള്ളതുണ്ടാവും. അതുപോലെ തന്നെ NCC ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ഉള്ളവരാണ്, ഇല്ലാത്തവർ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ലൈവ് ക്യാപ്ചർ ഫോണിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് കമ്പ്യൂട്ടറിലൂടെ, വെബ് ക്യാമിലൊക്കെ കമ്പ്യൂട്ടറിലൂടെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ മൊബൈൽ ഫോണാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകൾ ഉണ്ടാവും. മിസ്റ്റേക്ക് ഒന്നും വരുത്തണ്ട. ഏറ്റവും നല്ലത് മിസ്റ്റേക്ക് വരുത്തിയിട്ട് നമ്മൾ കറപ്ഷന് പോകുന്നതിനേക്കാളും നല്ലതാണ് തെറ്റുകൾ വരുത്താതിരിക്കുന്നത്. അതിന് വേറെയും ഫീസ് കൊടുക്കണം. ഫീസിൻ്റെ കാര്യമൊക്കെ മുമ്പോട്ട് പറയാം കേട്ടോ. ഫീസ് രണ്ടിനും കൂടി ഒരുമിച്ച് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും, 2 പോസ്റ്റിന് അടക്കുന്നുണ്ടെങ്കിൽ. എന്തായാലും അത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ലൈവ് ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് അപേക്ഷിക്കാൻ കയറേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഓക്കെ,
ഇപ്പം ഞാൻ പറഞ്ഞത് ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യുക, ഹൗ ടു അപ്ലൈ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, MRൻ്റെ നോട്ടിഫിക്കേഷനാണ് ആദ്യം നോക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഫോർ അഗ്നിവീർ SSR, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഫോർ അഗ്നിവീർ, ഇത് ഹിന്ദിയാണ്, ഹിന്ദി നോട്ടിഫിക്കേഷനാണ്. ഇംഗ്ലീഷിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ അഗ്നിവീർ MRൻ്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ ഹിന്ദിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷാണ് എടുക്കേണ്ടത്, ഇംഗ്ലീഷാണ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിവിടെ അഗ്നിവീറിൻ്റെ ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. SSR ആദ്യം MR പിന്നെ SSR ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ MRൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് മെട്രിക് റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസിന് അപേക്ഷിക്കാം. ഇവിടെ 02/2025, 01/2025, 02/2026 ഇതിനൊക്കെ അപേക്ഷിക്കുമ്പോൾ 550 രൂപ ഫീസ് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും കൂടി 550 അങ്ങനെ കൊടുക്കണമെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട, നിങ്ങളിപ്പോൾ ഈ ഒരു MRന് അപേക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ 550 രൂപ മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഇനി MRും SSRും രണ്ടും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 550 കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഫീസ് അടക്കണം. 1000 കൂടുതൽ വരുന്നത് GST കൂടിയുണ്ട്, GST കൂടി ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വരും. ഒരു സുഹൃത്തിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ നോക്കിയതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അതായത് സെപ്പറേറ്റ് ആയിട്ടാണ്. ഇതിന് വേറെ ഫീസ് അടക്കണം, ഇതിന് വേറെ ഫീസ് അടക്കണം. ഇതിൽ 3 നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മൂന്നിനും മൂന്നായിട്ട് നിങ്ങൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 ഫീസ് പേയ്മെൻ്റ് ആണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ഒറ്റയൊരു പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ ഫീ പേയ്മെൻറ്റ് നിന്നാൽ നല്ലൊരു അവസ്ഥയായിരിക്കും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നടക്കത്തില്ല എന്തായാലും. അപ്പോൾ നമ്മൾ ഒറ്റ ഫീസേ അടക്കേണ്ടതുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപേക്ഷിക്കാനാകുന്നത് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം. 10ൽ 50% മാർക്ക് വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ 3 ബാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 ബാച്ചസിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 സെപ്റ്റംബർ 2004 അതുപോലെ 29 ഫെബ്രുവരി 2008. ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ അപേക്ഷിക്കാം. ഇനി ഇതിൻ്റെ ഇടയിലല്ല നിങ്ങൾ ജനിച്ചതെങ്കിൽ ഇവിടെ മറ്റൊന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 ഫെബ്രുവരി 2005 31 ജൂലൈ 2008. ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഇതും അല്ലെങ്കിലോ 1 ജൂലൈ 2005 31 ഡിസംബർ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. കുറച്ച് മാസങ്ങളുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഈ 3 ഏജ് ലിമിറ്റ് അവിടെ കാണിക്കും. ഇതിൻ്റെ ഏതെങ്കിലും ഇടയിൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാത്തിനും കോമൺ ആയിട്ടാണ് അപേക്ഷ കാണിക്കുന്നത്. എന്തായാലും മെരിറ്റൽ സ്റ്റാറ്റസ് അൺമേരിഡ് ആയിരിക്കണമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. 30 ലീവായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അഗ്നിവീറാണ്. അഗ്നിവീർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. എങ്കിലും ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് അഗ്നിവീർ എന്ന് പറയുമ്പോൾ നമ്മുടെ സേനയിലേക്ക്, ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ 4 വർഷത്തേക്ക് യുവാക്കളെ ക്ഷണിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരു സ്കീമാണ്. അപ്പോൾ ഈ ഒരു സ്കീമിൽ നിങ്ങൾ അംഗമാവുകയാണെങ്കിൽ 4 വർഷമായിരിക്കും നിങ്ങളുടെ സർവീസ് ടൈം എന്ന് പറയുന്നത്. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളെ സ്ഥിരപ്പെടുത്തുമെന്നുള്ള കാര്യം കൂടി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ വർഷം നിങ്ങളുടെ ശമ്പളം ലഭിക്കുക 30,000 ആയിരിക്കും. അതിൽ 21,000 നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. 9,000 ഗവൺമെൻറ് പിടിച്ചു വെക്കും. പിന്നെ 9,000 മറ്റു കുറച്ച് എമൗണ്ടൊക്കെ ഗവൺമെൻറ് കൂടി സേവാനിധി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച ഫണ്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് ആഡ് ചെയ്യുന്ന ഫണ്ടൊക്കെ കൂടി ഈ 4 വർഷം കൂടുമ്പോഴേക്ക് ഏകദേശം 10 ലക്ഷത്തിൻ്റെ മുകളിലുണ്ടാവും. 10 ലാഖിൻ്റെ മുകളിലായിരിക്കും ആ ഒരു ഫണ്ട് എന്ന് പറയുന്നത്. ആ ഒരു ഫണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ അത് നിങ്ങളുടെ കയ്യിലേക്ക് തരും. 4 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും. 4ാമത്തെ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി കാണാൻ പറ്റും. ഒരു വർഷം ഡിഫറൻസ് ഉണ്ട്. 40,000 ആയിരിക്കും ശമ്പളം. പക്ഷേ നിങ്ങളുടെ കയ്യിലേക്ക് 28,000 തരത്തുള്ളൂ. 12,000 ഗവൺമെൻറ് പിടിച്ചു വെക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്കീം വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്തവരുണ്ടാവും, അവർക്ക് മനസ്സിലാവാനാണ് ഈ പറയുന്നത്. എനിവേ, നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി കിടക്കാവുന്നതാണ്. സോ ഇതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് സെലക്ഷൻ പ്രോസസ്സിൻ്റെ ആദ്യ ഘട്ടം നിങ്ങൾക്ക് എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മെയ് 2025 ഇത് കണ്ടക്ട് ചെയ്യുമെന്നുള്ള ഒരു കാര്യം പറയുന്നത്. എക്സാം കോമൺ ആയിരിക്കാം, പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. ഏജിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടായിരിക്കും, അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എന്ന് വ്യക്തമായി നോട്ടിഫിക്കേഷനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 29 മാർച്ച് 2025 ഏകദേശം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ 10 ഏപ്രിൽ 2025 വരെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ കറപ്ഷൻ വിൻഡോ, തെറ്റ് തിരുത്താനുള്ള സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 14 മുതൽ 16 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ തെറ്റുകൾ തിരുത്താൻ പറ്റും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കും. 02/2025 സെലക്ഷൻ്റെ ടൈമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ ടൈം ഡിഫറൻ്റ് ആണ് കേട്ടോ ഓരോന്നിനും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾ 02/2026 അപേക്ഷിക്കുകയെങ്കിൽ അതിൻ്റെ സെലക്ഷൻ ഏകദേശം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോളപ്പ് ലെറ്റർ ഒക്കെ വരുന്നത് മാർച്ച് 2026 നേരെ മറിച്ച് 02/2025 നിങ്ങൾ വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഏജ് ക്രൈറ്റീരിയൻ്റെ ഉള്ളിലാണെങ്കിൽ ജൂൺ 2025 നിങ്ങൾക്ക് കോളപ്പ് ലെറ്റർ വരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള
കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നത് സെപ്റ്റംബർ 2025 ഏകദേശ കാര്യങ്ങളൊക്കെ പ്രോസസ്സൊക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ 01/2026 ആണ്. അതായത് എല്ലാം കൂടി ഒരുമിച്ച് നടക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. ഒറ്റയടിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു, സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് നടത്തിപ്പോകുന്നു. അങ്ങനെയാണ് ഇവിടെ ചെയ്തു വരാനായിട്ട് പോകുന്നത്. അത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും എക്സാമിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എക്സാമിനേഷൻ ഏകദേശം ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാമാണ് നിങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. 1 മാർക്കായിരിക്കും ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കുക. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പരീക്ഷയിൽ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് നമ്മുടെ ഈ ഒരു 10th ബേസ്ഡ് സിലബസിലാണ് വരിക. അപ്പോൾ MRന് അതാണ് വരുന്നത്. 30 മിനിറ്റിൻ്റെ ഒരു പരീക്ഷയാണ് നടത്താനായിട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു MRന് ഈ മൊത്തത്തിലുള്ള എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ഫീസ് ഈടാക്കുന്നത്, നിങ്ങളുടെ നിന്ന് ഫീസ് ഈടാക്കുന്നത് 550 രൂപയാണ് ഈ പോസ്റ്റിലേക്ക് ഫീസ് ഈടാക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുമാത്രമല്ല GST ഉണ്ട്. അതിൻ്റെ കൂടെ 18% GST കൂടി നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും എന്നും കൂടി ശ്രദ്ധിക്കുക. MR ആകുമ്പോൾ ഈ MRൻ്റെ ഫീസ് മാത്രം അടച്ചാൽ മതി. ഇനി മുമ്പോട്ട് നമ്മൾ പറയാൻ പോകുന്ന SSRന് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഫീസ് അടക്കേണ്ടി വരും. പിന്നെ NCC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യണം. അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഓൾസോ ഫിസിക്കൽ ടെസ്റ്റാണ് പിന്നെ വരുന്നത്. എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ വരും. ഫിസിക്കലിൽ വരുന്നത് പുരുഷന്മാർക്ക് 1600 മീറ്റർ ഓടി തീർത്താനായിട്ട് 6 മിനിറ്റ് 30 സെക്കൻഡ് നൽകപ്പെടും. അതുപോലെ തന്നെ വനിതകൾക്ക് 8 മിനിറ്റാണ്. പിന്നെ സ്കോട്ട്സ് ഉണ്ട്. 20 തവണ ആൺകുട്ടികൾക്ക്, 15 തവണ പെൺകുട്ടികൾക്ക്. പുഷപ്പ് ഉണ്ട് 15 തവണ, അതുപോലെ തന്നെ 10 തവണ എന്നിങ്ങനെ ആൺ പെണ്ണായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണി സിറ്റപ്സ് ആൺകുട്ടികൾക്ക് 15, 10 വനിതകൾക്കുമായിട്ടും വേർതിരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സ്റ്റേജ് 2 അടുത്ത ഘട്ടമായിട്ട് വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ റിട്ടൺ എക്സാമിനേഷൻ ആണ്. ദി സ്റ്റേജ് 2 റിട്ടൺ എക്സാമിനേഷൻ വിൽ കണ്ടക്ട് ഓൺലി ഫോർ ദോസ് കാൻഡിഡേറ്റ് ടു ക്വാളിഫൈ PFT, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് മറ്റൊരു എക്സാമിനേഷൻ്റെ കാര്യം ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഏകദേശം അതുണ്ടാകുന്നത് 50 ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് തന്നെയാണ് നൽകപ്പെടുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുക. സയൻസ്, മാത്തമാറ്റിക്സ്, അതുപോലെ ജനറൽ അവയർനെസ് ആണ് അതിൻ്റെ ഇതായിട്ട് വരുന്നത്, സിലബസ് ആയിട്ട് വരുന്നത്. പിന്നെ 10th ബേസിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. 30 മിനിറ്റിൻ്റെ ഒരു പരീക്ഷയാണ്, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് റിക്രൂട്ട്മെൻറ്റിൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശം ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം ഹൈറ്റ് സ്റ്റാൻഡേർഡ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നത് 157 സെൻറ്റിമീറ്റർ ഉയരം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും 157 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വ്യക്തമായിട്ട് തന്നെ ഇന്ത്യൻ നേവി പറയുന്നുണ്ട്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞു തരാം. ലാസ്റ്റ് ഡേറ്റ് 10 ഏപ്രിൽ 2025 ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ടേക്കൻ നോട്ട് ബിഫോർ മാർച്ച് 2025 പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ റീസെൻ്റ് ആയിട്ട് പുതിയ ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ആ ഫോട്ടോഗ്രാഫ് എന്തായിരിക്കരുത്? ടേക്കൻ നോട്ട് ബിഫോർ മാർച്ച് 2025. ഈ കഴിഞ്ഞ മാർച്ച് 25 ആ മാർച്ച് 25 മുമ്പെടുത്ത ഫോട്ടോ ആയിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ മാർച്ച് 26, 27, 28, 29 അങ്ങോട്ട് മാർച്ചിൻ്റെ മുമ്പോട്ടുള്ള ഏത് ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിന് മുൻപുള്ള നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. കാരണം പറഞ്ഞുതരാം, മുമ്പോട്ട് പറഞ്ഞുതരാം. അത് നമ്മൾ ഫോട്ടോഗ്രാഫിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തായാലും പറഞ്ഞുതരാം. പിന്നെ 10 KB to 50 KB ഇടയിലുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ടു ബി ടേക്കൺ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് ബ്ലാക്ക് സ്ലൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ജസ്റ്റ് വിത്ത് her name and date of taken, ആ ഫോട്ടോഗ്രാഫ് ടേക്കൻ. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ചെസ്റ്റോട് ഒരു സ്ലൈറ്റ് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിങ്ങളുടെ പേര്, ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് ഇത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് കയറ്റാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ചിലവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പണ്ടെടുത്ത ഫോട്ടോൻ്റെ മുമ്പിൽ സ്ലൈറ്റിലുള്ള ഡേറ്റ് ഒക്കെ മാറ്റിയിട്ട് അങ്ങനെ ഇടുന്നതുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക. അപ്പോൾ അങ്ങനെ സെലക്ഷൻ കിട്ടിപ്പോകുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ വരുത്തണ്ടല്ലോ. ഏറ്റവും നല്ലത് അവർ പറയുന്ന ഈ നോട്ടിഫിക്കേഷൻ എന്താണുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് മറ്റൊരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് സ്ലൈറ്റൊക്കെ പിടിച്ചിട്ട് ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫോട്ടോ എടുത്തിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്ലിയർലി റിട്ടേൺ ഓൺ വൈറ്റ് വിത്ത് വൈറ്റ് ചോക്കാണ് പറഞ്ഞത്. വൈറ്റ് ചോക്ക് കൊണ്ട് ബ്ലാക്ക് സ്ലൈറ്റിൽ നിങ്ങൾ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം, വലിയ അക്ഷരത്തിൽ എഴുതണം നിങ്ങളുടെ പേര് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ലൈവ് ഫോട്ടോഗ്രാഫ് ടേക്കിംഗ് ഉണ്ട്. ലൈവ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ എടുക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ. അത് മറ്റൊന്നുമില്ലാതെ നിങ്ങളുടെ 4-5 ഫോട്ടോസ് അവിടെ ലൈവായിട്ട് എടുക്കപ്പെടും. നിങ്ങൾ ആ
ഓൺ ദി സ്പോട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് കാണാൻ, ആ ഒരു ലെവലിൽ ഫോട്ടോഗ്രാഫൊക്കെ അവർ എടുക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പഴയ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 വർഷം അല്ല 2 വർഷം മുമ്പൊക്കെ നിങ്ങൾ സൈറ്റ് പിടിച്ചിട്ടുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ലൈവ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ലൈവ് ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഓൺ ദി സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോട്ടോ എടുക്കുന്നതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊബൈൽ ഫോൺ ഓർ എനി അതർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഓർ നോട്ട്, അതായത് എക്സാമിനേഷന് നമ്മൾ പെർമിറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് അധികം ഞാൻ ജമ്പ് ചെയ്യുന്നില്ല. എന്തായാലും 10 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും. MRൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു MRൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞവർക്ക് SSRൻ്റെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി SSRൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. സോ ഇതാണ് നമ്മുടെ SSRൻ്റെ, അതായത് സീനിയർ സെക്കൻഡറിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയും 3 ബാച്ചുകളുണ്ട്. ഇത്തവണ എല്ലാ ബാച്ചിനെയും ഒരുമിച്ച് വിളിച്ചിട്ട് അതിൻ്റെ സെലക്ഷൻ സെപ്പറേറ്റ് നമ്മൾ MR പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത്. അടുത്ത വർഷവും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനാണ് സാധ്യത കൂടുതലും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിന് 550 രൂപ ഫീസില്ലേ, ആ ഒറ്റ ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ഈ 3 പോസ്റ്റിന് അപേക്ഷിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിലും, 3 ബാച്ചില്ല 3ന് അപേക്ഷിക്കാൻ എലിജിബിൾ ആണെങ്കിലും ഒറ്റയടിക്ക് SSRന് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെല്ലാത്തിനും കൂടി നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഏജ് ലിമിറ്റിൽ നിങ്ങൾ ഒന്ന് മാത്രമാണ്, ഒരു മാസത്തിൻ്റെ വ്യത്യാസത്തിൽ ഒന്നിന് മാത്രമാണ് എലിജിബിൾ എന്നുണ്ടെങ്കിൽ അതിന് മാത്രം നിങ്ങളുടെ കൺസിഡർ ചെയ്യും. ബാക്കിയുള്ളതുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇതെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ MRനും കൂടി അപേക്ഷിക്കുന്നുണ്ട്, അതിന് വേറൊരു 550 രൂപയും കൂടി അടക്കണം. അത് MRൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ടൈം സ്റ്റാമ്പിലുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. രണ്ടിനും സെപ്പറേറ്റ് 500 മാത്രം അടച്ചാൽ മതി. അല്ലാതെ ഓരോ ബാച്ചിനും 550 രൂപ വെച്ച് അടക്കണ്ട. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഓരോ ഉദ്യോഗാർത്ഥിക്കും. അങ്ങനെ വേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ 550 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 18% വീണ്ടും എക്സ്ട്രാ ആഡ് ചെയ്യും, അതായത് GST ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഫൈനൽ എമൗണ്ട് അടക്കേണ്ടതായിട്ട് വരിക. 550 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 600ൻ്റെ മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം GST 18% GSTയും കൂടി ആഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അവിവാഹിതരായിട്ടുള്ള മെൻ ആൻഡ് വുമണിന് ഒരുപോലെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. +2 ഉണ്ടായിരിക്കണം വിത്ത് മാത്തമാറ്റിക്സ്, ഫിസിക്സ് അതോടുകൂടി ഉണ്ടായിരിക്കണം, സയൻസോടുകൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 50% മാർക്കോടുകൂടി നിങ്ങൾ +2 പാസ്സായിട്ടും ഉണ്ടാവണം. ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്, ഓട്ടോമൊബൈൽസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് 50% മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഈ പറഞ്ഞ 2 യോഗ്യത നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സോട് കൂടിയാണ് ശ്രദ്ധിച്ചിരിക്കുക. അവിടെയും 50% മാർക്ക് വേണമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 3ൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് എലിജിബിൾ ആണ്, അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രത്യേകം പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത് MRൻ്റെ കാര്യത്തിലും കൂടി ആപ്ലിക്കബിൾ ആണ് കേട്ടോ. MRലും അത് ആപ്ലിക്കബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫൈനൽ ഇയർ ഇപ്പോൾ 2024-25 ബാച്ചിൽ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ കുട്ടികളില്ലേ, അവർക്കും ഇത് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏജ് ലിമിറ്റ് മതി, അവർക്കും അപേക്ഷിക്കാം. പക്ഷേ പാസ്സാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 50% മാർക്ക് +2ലോ വൊക്കേഷണൽ കോഴ്സിലോ ഡിപ്ലോമയിലോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക. ഇനി ഇതിനെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് അത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 ബാച്ചിൻ്റെ 3 ഏജ് ലിമിറ്റ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. 3നും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ബോക്സ് ഉണ്ടാവും. അവിടെ നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് അനുസരിച്ചിട്ട് എല്ലാ പോസ്റ്റിനും ആപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെ അതിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ഒരു കാര്യം ഇവിടെ പറഞ്ഞത്, ഇവിടുത്തെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 1 സെപ്റ്റംബർ 2004 അതുപോലെ തന്നെ 29 ഫെബ്രുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് 02/2025 ബാച്ചിന് നിങ്ങൾ എലിജിബിൾ ആണ്. അതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി ഈ ഏജിലെല്ലാം നിങ്ങൾ ജനിച്ചതെങ്കിൽ ഇതിൽ പറഞ്ഞ സെപ്റ്റംബർ 1-നല്ല, കുറച്ചങ്ങോട്ട് മാറിയിട്ട് 1 ഫെബ്രുവരി 2025 ശേഷമോ അല്ലെങ്കിൽ ഇവിടെ 29 ഫെബ്രുവരിയാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തേൽ 31 ജൂലൈ വരെ ഉണ്ട് സമയം, 2008 തന്നെ. അപ്പോൾ കുറച്ചുകൂടെ മന്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയില്ലേ, അപ്പം കുറച്ചുകൂടി ടൈം കിട്ടിയില്ല. അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലായിരിക്കും നിങ്ങൾ പോവുക. ഇനി ഈ ഒരു ബാച്ചിൻ്റെ അതിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ 2008 തന്നെ ഡിസംബർ 31 ഡിസംബർ 2008 വരെ കാണാൻ സാധിക്കും. കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയില്ലേ. അപ്പോൾ ഓരോരു ബാച്ചിലുള്ളവർക്ക്, അതായത് ചിലവർക്ക് ഇപ്പം ഫെബ്രുവരി 29 ജനിച്ചവർക്ക് ഇതിന് 3ന് എലിജിബിൾ ആയിട്ട് വരുന്നില്ലേ, അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും.
സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തായാലും ഏജ് ലിമിറ്റ് ഒന്ന് പറയാം. 1 സെപ്റ്റംബർ 2004 29 ഫെബ്രുവരി 2008 ഇടയിലും ജനിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. 1 ഫെബ്രുവരി 2005 31 ജൂലൈ 2008 അതിൻ്റെ ഇടയിൽ ജനിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. അതുപോലെ 1 ജൂലൈ 2005 31 ഡിസംബർ 2008 ഇതിൻ്റെ ഇടയിൽ ജനിച്ചവരുണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഏജ് ലിമിറ്റിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലീവ് 30 ആയിരിക്കും ഉണ്ടാവുക. ഒരു വർഷത്തിൽ 30 ലീവായിരിക്കും ഉണ്ടാവുക. അഗ്നിവീർ എന്താണ് ഇതിൻ്റെ സ്കീമും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പറയുന്നുണ്ട്. ഇപ്പോൾ MR ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ടൈം സ്റ്റാമ്പിൻ്റെ തൊട്ട് മുമ്പ് MR കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ആ MRലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അഗ്നിവീർ എന്ന്. 4 വർഷത്തേക്ക് ഡിഫൻസ് ഫോഴ്സിലേക്ക് കുട്ടികളെ യങ്സ്റ്റേഴ്സിനെ എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അറിയാം എന്താണ് അഗ്നിവീർ, നിങ്ങൾക്ക് അറിയാം എങ്കിലും ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞതാണ്. ആദ്യ വർഷം നിങ്ങൾക്ക് 30,000 രൂപ സാലറി ഉണ്ടാവും. 21 നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. 9,000 ഗവൺമെൻറ് പിടിച്ച് വെക്കും. പിന്നെ സേവാനിധിയിലേക്ക് ഗവൺമെൻറ് ആഡ് ചെയ്യും. ഇതൊക്കെ കൂടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നതും ഗവൺമെൻറ് നൽകുന്നതൊക്കെ ആയിട്ട് ഏകദേശം ഒരു 10 ലക്ഷം രൂപയായിട്ടുണ്ടാവും ഈ 4 വർഷം കഴിയുമ്പോഴേക്ക്. അപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ആ ഫണ്ട് തരും. 4ാമത്തെ വർഷം നിങ്ങൾക്ക് 40,000 രൂപയായിരിക്കും സാലറി ഉണ്ടാകുക. അതിൽ 28 നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും. അങ്ങനെ ഒരു വർഷം നൽകുന്നതും പിടിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ MR തുടങ്ങി അതേ സമയത്താണ് തുടങ്ങിയിട്ടുള്ളത്. 29 മാർച്ച് 2025 തുടങ്ങി 10 ഏപ്രിൽ 2025 വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ കറപ്ഷൻ ഡേറ്റ് ഉണ്ട്. 14 മുതൽ 16 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്ക് എന്താക്കാം, അപേക്ഷിക്കാനായിട്ട് അതായത് കറപ്ഷൻ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ, ഇപ്പോൾ നിങ്ങൾ എല്ലാത്തിനും കൂടി നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ നിങ്ങളുടെ സെലക്ഷൻ നടക്കുന്നത് 3ൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് സെലക്ഷൻ നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് 3ൻ്റെയും സെലക്ഷൻസ് നടക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എക്സാമിൻ്റെ ഡീറ്റെയിൽസിൽ ഞാൻ മുമ്പോട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോളപ്പ് ലെറ്റർ സ്റ്റേജ് 2 അതായത് 02/2025 കോളപ്പ് ലെറ്റർ വരുന്നത് ജൂൺ 2025 പക്ഷേ 01/2026 വരുന്നത് ഒക്ടോബർ 2025 അതുപോലെ തന്നെ 02/2026 വരുന്നത് മാർച്ച് 2026 അടുത്ത വർഷമായി. അപ്പോൾ പരീക്ഷ ഒരുമിച്ചിട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ സെലക്ഷൻ ഘട്ടങ്ങൾ മാറ്റമായിട്ട് ആദ്യം നടക്കുന്ന 2025 സെക്കൻഡ് ബാച്ചിൻ്റെ ആയിരിക്കും ആദ്യം നടക്കുക. സെലക്ഷൻ ഫുള്ള് ആദ്യം നടത്തുന്നത് സെപ്റ്റംബറിലേക്ക് തീരും. അപ്പോൾ അങ്ങനെയാണ് ഓരോരോ ഘട്ടങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നേവീൻ്റെ ഇതിൻ്റെ സെലക്ഷനിൽ ആദ്യം വരുന്നത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 1 മാർക്ക് വെച്ചൊരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പിന്നെ ഇംഗ്ലീഷ്, സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ അവയർനെസ് ഇതൊക്കെയാണ് സിലബസ് വരുന്നത്. 10+2 ലെവലിലാണ് നിങ്ങൾക്ക് ചോദ്യം വരിക എന്ന് പറയുന്നുണ്ട്. 1 മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നും പറയുന്നുണ്ട്. ഇതിന് അപേക്ഷിക്കുന്നവർക്ക് 550 രൂപ അപേക്ഷാ ഫീസ് അടക്കണം. പ്ലസ് 18% GST കൂടിയാണ് നിങ്ങൾ ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. സോ ഫീ പേയ്മെൻറ്റ് കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിസൾട്ട് ഓഫ് സ്റ്റേജ് 1. അത് റിലീസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത് സ്റ്റേജ് 1ൻ്റെ റിസൾട്ട് നമ്മുടെ ഇന്ത്യൻ നേവീൻ്റെ വെബ്സൈറ്റിൽ ഡാഷ്ബോർഡിൽ കൊടുക്കും. നിങ്ങളുടെ പ്രൊഫൈലിൽ കൊടുക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. സ്റ്റേജ് 1 കഴിഞ്ഞ് നിങ്ങൾക്ക് സ്റ്റേജ് 2 ഫിസിക്കൽ ഉണ്ടാകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ കഴിഞ്ഞിട്ട് റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പോകുന്നത്. സോ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് NCCൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ വരുന്നുണ്ട്. 1600 കിലോമീറ്റർ ഓട്ടം, 1600 മീറ്റർ ഓട്ടം ഏകദേശം നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ ആണ്. അത് ആൺകുട്ടികൾക്ക് 6.5 മിനിറ്റിലും അതുപോലെ പെൺകുട്ടികൾക്ക് 8 മിനിറ്റിലാണ് പറയുന്നത്. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് ആൺകുട്ടികളുടെയും താഴെ പെൺകുട്ടികളുടെയും ഫിസിക്കൽ ഇവൻറ്റ്സ് കാണാൻ സാധിക്കും. സ്കോട്ട് 20 തവണ എടുക്കണം, 15 തവണ പെൺകുട്ടികൾക്ക്. അതുപോലെ പുഷപ്പ് നിങ്ങൾക്ക് 15 തവണ ആവശ്യമായിട്ടുണ്ട്, പെൺകുട്ടികൾക്കാകുമ്പോൾ 10 തവണ. പിന്നെ ബാറ്റിനി സിറ്റപ്സ് 15 തവണ ആൺകുട്ടികൾ, 10 തവണ പെൺകുട്ടികൾ എടുത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ സ്പോർട്സ്, സ്വിമ്മിങ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡിസേബിൾ. അതായത് നിങ്ങൾക്ക് സ്പോർട്സ്, സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുൻഗണന നൽകപ്പെടും. അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പം വീണ്ടും നിങ്ങൾക്ക് എക്സാം ഈ ഫിസിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് റിട്ടൺ എക്സാമിനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സിലബസും കാര്യങ്ങളും 100 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് ലഭിക്കും. ഇംഗ്ലീഷ്, ഹിന്ദിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അവിടെ വരുന്നത് ഇംഗ്ലീഷ്, സയൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ജനറൽ അവയർനെസ് ഇതൊക്കെയാണ് ചോദ്യം വരിക. 10+2 ലെവലിലാണ് ചോദ്യം ഉണ്ടാവുക. 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞവർക്ക് ഫിസിക്കലും സെക്കൻഡ് എക്സാമിനേഷനൊക്കെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 10 ഏപ്രിൽ 2025 അതിന് മുമ്പ് അപേക്ഷിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്ന കാര്യം, തുടക്കത്തിലേ പറഞ്ഞതാണ്. പിന്നെ MRൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് എടുക്കണം. അതും മാർച്ച് 2025 25 തീയതിക്ക് മുമ്പെടുത്ത ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്
10 GB-ക്കും 50 GB-ക്കും ഇടയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിംഗ് എ ബ്ലാക്ക് സ്ലൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഓർ ഹെർ ചെസ്റ്റ് വിത്ത് ഹിസ് ഓർ ഹെർ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടേക്കൺ. അതുപോലെ തന്നെ ക്ലിയർലി റിട്ടൺ ഓൺ ഇറ്റ് വിത്ത് വൈറ്റ് ചോക്കാണ് പറഞ്ഞിട്ടുള്ളത്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലും കൂടി എന്ന് പറയുന്നുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങളൊരു സ്ലൈറ്റ് പിടിക്കണം. ആ സ്ലൈറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ പേര് എഴുതണം, ക്യാപിറ്റൽ ലെറ്ററിൽ വലിയ അക്ഷരത്തിൽ എഴുതണം. പിന്നെ അതിൻ്റെ താഴെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റും എഴുതണം. ആ ഡേറ്റ് മാർച്ച് 2025 മാർച്ച് 25-ാം തീയതിൻ്റെ ശേഷം 26, 27, 28, മാർച്ച് 25 ഈ ഒരു ഡേറ്റിൻ്റെ ഈ ഒരു ഡേറ്റോ അല്ല അതിന് മുമ്പോട്ടുള്ള ഡേറ്റിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. അത് സ്ലേറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ഫോട്ടോ എടുക്കേണ്ടതായിട്ടുമുണ്ട്. അത് ഈ നോട്ടിഫിക്കേഷനിൽ കാണിക്കുന്നില്ല, പക്ഷേ ലൈവ് ഫോട്ടോ എടുക്കണം. നമ്മൾ MRൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് ഫോട്ടോ ഉണ്ടാവും. അതായത് നിങ്ങൾ ഓൺ ദി സ്പോട്ടിൽ നിങ്ങളെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ അത് എടുക്കുന്നതായിരിക്കും. ഇത്രയധികം കാര്യങ്ങളാണ് പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. സോ ഇതിൻ്റെയൊക്കെ പരീക്ഷ ഒരുമിച്ചിട്ടായിരിക്കും, പക്ഷേ സെലക്ഷൻ സെപ്പറേറ്റ് ആയിട്ടാണ്. ബാക്കിയുള്ള ഘട്ടങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോളപ്പ് ലെറ്ററും കാര്യങ്ങളൊക്കെ, ഷോർട്ട് ലിസ്റ്റ് ഇഷ്യൂ ഫോർ കോളപ്പ് ലെറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ സ്റ്റേജ് 2 ഫോർ അഗ്നിവീർ 02/2025 ജൂലൈ 2025 വിളിക്കും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് കാണാൻ സാധിക്കും. സോ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി സൈറ്റിൽ കയറി നിങ്ങൾ അപേക്ഷിച്ചാൽ മതി. MR മുതൽ SSR വരെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യൻ നേവിൻ്റെ സൈറ്റിൽ കയറി സൈറ്റ് ലിങ്ക് കയറി നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥലത്ത് കയറി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് താഴെ കൊടുത്തിട്ടില്ല. MR അതുപോലെ തന്നെ SSR, MR അതുപോലെ തന്നെ SSRൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതുപോലെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.